ചേറ്റൂർ ശങ്കരൻ നായരെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ചേറ്റൂരിനോട് കോൺഗ്രസിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഗാന്ധിയൻ മൂല്യങ്ങളോടുള്ള വിയോജിപ്പാണ് മറ്റ് പ്രസിഡന്റുമാർക്ക് നൽകുന്ന പരിഗണന ചേറ്റൂരിന് നൽകാത്തതിന് കാരണം. ഗാന്ധിജിയുടെ ശക്തനായ വിമർശകനായിരുന്നു ചേറ്റൂർ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ എതിർത്ത വ്യക്തിയാണ് അദ്ദേഹം എന്നും കെ മുരളീധരൻ പറഞ്ഞു. നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ആളായതുകൊണ്ടല്ല ചേറ്റൂരിനെ നമ്മൾ അനുസ്മരിക്കാത്തത്. അദ്ദേഹത്തിൻ്റെ ചില നടപടികളോട്, ഗാന്ധിയൻ മൂല്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പാണ് മറ്റ് മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ നൽകാതിരുന്നത് എന്നുകൂടെ അവിടെ ക്ലിയർ ആക്കണം. പക്ഷേ അദ്ദേഹത്തിന് എന്ത് വെച്ചാൽ BJP വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം വർഗീയവാദിയായിരുന്നില്ല, മതസൗഹാർദ്ദത്തിൻ്റെ വക്താവായിരുന്നു. ബിനിൽ ലീല സാബു ചേരുന്നു വിവരങ്ങളുമായി. ബിനിൽ, ചേറ്റൂർ ശങ്കരൻ നായരെ ഇപ്പോൾ BJP അദ്ദേഹത്തിന്റെ അനുസ്മരണം നടത്താനിരിക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കെ മുരളീധരൻ ശക്തമായ വിമർശനം തന്നെ ചേറ്റൂരിനെതിരെ ഉയർത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചേറ്റൂരിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ? ലക്ഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചേറ്റൂരിനെ കോൺഗ്രസ് കാര്യമായി പരിഗണിക്കുന്നില്ല. കാരണം കേരളത്തിലെ മലയാളിയായ ഏക കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ അവഗണിക്കുന്ന ഒരു വിമർശനമാണ് BJP ഉയർത്തിയത്. അതിനിടെയാണ് ഇവിടെ സംസ്ഥാനത്ത് ചേറ്റൂരിന്റെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്തും കണ്ണൂരിലുമാണ് ആ യോഗം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ യോഗമാണ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനത്തിനിടയിലാണ് ചില വിമർശനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ ചേറ്റൂരിനെ അനുസ്മരിക്കാത്തത് അല്ലെങ്കിൽ പരിഗണിക്കാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസിന് ചില വിയോജിപ്പുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ AICC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം ബ്രിട്ടീഷ് ഭരണകർത്താക്കളുമായി അടുക്കുകയാണ് ചെയ്തത്. വൈസ്രോയി കൗൺസിൽ അദ്ദേഹം അംഗമായിരുന്നു. മാത്രമല്ല ഗാന്ധിജിയുടെ ശക്തനായ വിമർശകനായിരുന്നു. നിസ്സഹകരണ സമരത്തെ ശക്തമായി എതിർത്ത ആളാണ്. ഇത്തരം ഗാന്ധിയൻ മൂല്യങ്ങളുള്ള വിയോജിപ്പാണ് മറ്റ് പ്രസിഡന്റുമാർക്ക് നൽകുന്ന പരിഗണന ചേറ്റൂർ നൽകാത്ത കാരണമെന്നാണ് മുരളീധരൻ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത്. അദ്ദേഹം വിമർശിക്കുമ്പോൾ തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, എന്ന് കരുതി BJPക്ക് ചേറ്റൂരിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു വർഗീയവാദി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ കൃത്യമായി അനുസ്മരണ യോഗങ്ങൾ നടത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. യോജിപ്പുണ്ട്, അതോടൊപ്പം വിയോജിപ്പുമുണ്ട്. ഈ യോജിപ്പും വിയോജിപ്പുമായി അനുസ്മരണ യോഗം മുന്നോട്ട് പോകും. ചരിത്രത്തെ വളച്ചൊടിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. ഒരു കാര്യം കൂടി കെ മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചില ഗവേഷണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ, റിസർച്ചുകൾ ഇക്കാര്യത്തിൽ നടക്കണം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചേറ്റൂരുമായി ഉണ്ടായിരുന്നു. അത് കൂടുതൽ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ ചില ഗവേഷണങ്ങളൊക്കെ ആ കാര്യത്തിൽ വേണമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലക്ഷ്മി.